അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്തു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചൊല്ലു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വക്കലാണ് കേട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു, ഇന്നന്നാസ യജ്ലിസൂന യൗമൽ ഖിയാമ അലാ ഖദ്രി തറാവുഹിം ഇലൽ ജുമുആത്ത്. നാളെ പരലോകത്തിൽ മനുഷ്യന്മാർ അള്ളാഹുയുടെ സന്നിധാനത്തിൽ ഒരുമിച്ച് കൂട്ട സന്ദർഭത്തിൽ അങ്ങനെ കൂട്ടത്തിൽ ആറായിട്ടിക്കട് ജുമാഅത്തുക്ക് വേഗ പോകണ്ടേ, അങ്ങനെ അനുസരിച്ചിട്ടായിട്ടിക്കട് അങ്ങ് ആ ലൈനിൽ ദയിക്കണത് പഠിച്ചോൻ്റെ ആ സന്നിധാനത്തിൽ ദയിക്കടെ ഫസ്റ്റ് സപ്പ് രണ്ടാമത്തെ സപ്പ് ഞാൻ ദയിക്കണത് ആറായിട്ടിക്ക് വേഗ ജുമാഅത്തുക്ക് വേഗ പോകും പോലും പിന്നെ പതിവാക്കടെ. അങ്ങനെ ആ ഒരു തർത്തീബ് അനുസരിച്ചിട്ടായിട്ടിക്കട് നാളെ പരലോകത്തിൽ ദൈവപാട്ടത് ഉണ്ട്. അപ്പോൾ ലോകത്തെ എല്ലാ ആൾമാരും നാളെ പരലോകത്ത് എത്തിയപ്പോൾ ഓരോരുത്തരെയും അങ്ങനെ ജുമാഅത്തുക്ക് പോകേണ്ട ഒരു ആദത്തുണ്ടല്ലേ, 6 ഫസ്റ്റ് പോകണ്ടേ, 6 സെക്കൻഡ് പോകണ്ടേ, ഇങ്ങനെ പോകണ്ടേ ആ ഒരു ക്രമപ്രകാരം നാളെ ആഖിറത്തിൽ അള്ളാഹുടെ മുന്നിൽ പോയിട്ട് നിൽക്കണം. അതൊക്കെയായിട്ട് ആയത്ര ജുമാഅത്തുക്ക് വേഗം പ്രയത്നമാക്കണം. അല്ലെങ്കിൽ നാളെ പരലോകത്തിൽ അള്ളാഹുടെ മുട്ട പോയിട്ട് ഞങ്ങൾ നിൽക്ക കൊണ്ടു. അപ്പോൾ ആ നിൽക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങളൊക്കെ പിറവായി പോവാം. എതിർ പോയ ഞങ്ങൾക്ക് നിന്നങ്ങൾക്ക് വേഗ എന്താവുള്ളൂ, പിന്നെ സ്വർഗത്തും ഹിസാബുകളും പോകാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് എപ്പോഴും ജുമാഅത്തുക്ക് പോകുമ്പോൾ വേഗം പ്രയത്നമാക്കണം. അല്ലെങ്കിൽ നാളെ ആഖിറത്തിലത് ഖേദിക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിത്തീരും. എന്നൊരു ഹദീസിൽ കണ്ട്, സലാസുൻ ലൗ യഅലമുന്നാസു മാ ഫീഹിന്ന മാ അഖദഹുന്ന ഇല്ലാ ബിൽ അസ്ഹാമി അലൈഹിന്ന ഹിർസൻ അലാ മാ ഫീഹിന്ന മിനൽ ഖൈരി വൽ ബറക. 3 കാര്യം കൊണ്ട് മനുഷ്യന്മാർ അതിൻ്റെ മഹത്വമാത്ത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങ് അതിനെ പടയോഗമായിട്ട് പിന്നെ ചീട്ടിടന്താറ് ഞെറുക്കിടന്താറ്. അപ്പോൾ അത് ഏതല്ല, ഒന്ന് ബാങ്ക് കൊടുക്കരുത്. ബാങ്ക് കൊടുക്കേണ്ട മഹത്വമാത്രം മനുഷ്യ കൊടുത്തായെങ്കിൽ അതിൻ്റെ ബർക്കത്തും അതിൻ്റെ ഖൈർ മനുഷ്യ അറിഞ്ഞിട്ടുണ്ടായെങ്കിൽ എല്ലാവരും നാണ് കൊടുക്കണേ ചെന്നിട്ട് ബാങ്കിൻ്റെ വിഷയത്തിൽ ഗലട്ടാവത്ത് ലാസ്റ്റ് ചീട്ടിട്ടിട്ട് പിന്നെ ബാങ്ക് കൊടുക്കുക, അവകാശം കൊടുക്കുന്നത്, അങ്ങനത്തെ അവസ്ഥ ഉണ്ടാവത്ത്. പിന്നൊന്നും അസഫുൽ അവ്വൽ ഒന്നാമത്തെ സഫ് നിൽക്കുന്ന വിഷയത്തിൽ ഒന്നാമത്തെ സഫ് നിൽക്കുമായിട്ട് എല്ലാവരും പള്ളിക്ക് വേഗം വന്നിട്ട് ഞാൻ വേഗം വന്നില്ല നക്ക് നിൽക്കണമെന്ന് ചെന്നിട്ട് ലാസ്റ്റ് അത് ഗലാട്ടായിട്ട് ഗുൽമാലായിട്ട് ലാസ്റ്റ് ചീറ്റ് എടുത്തിട്ട് നിപ്പാട്ടം താറും. അതുപോലെ പിന്നെ ജുമാഅത്തുക്ക് വേണ്ട വിഷയം അൽ ഖുദൂ ഇലൽ ജുമാഅത്തുക്ക് വേഗം പോകേണ്ട വിഷയം. അപ്പോൾ ജുമാഅത്തിൽ വേഗം പോകേണ്ട ആ ഒരു മഹത്വം മാത്രം മനുഷ്യ കൊണ്ടായിട്ടുണ്ടെങ്കിൽ കോമ്പറ്റീഷനിൽ മനുഷ്യ വേഗം വളർന്നിട്ട്. അപ്പോൾ ഇന്ന് മനുഷ്യന്മാർക്ക് ജുമാഅത്തെ മഹത്വം കൊന്നില്ലാണ്ടായി പോയിട്ട് അതുകൊണ്ടിട്ട് മനുഷ്യ ലേറ്റായിട്ട് വേണ്ടേ എങ്ങനെ പോയിട്ട് ഏറ്റവും കായത്തിന് മനുഷ്യ വിചാരിക്കരുത്. പക്ഷേ അതിൻ്റെ മഹത്വം കൊന്നില്ലെങ്കിൽ മനുഷ്യ വേഗം വളർത്താറ്. ഇന്ന ഹദീസിൽ കാണുന്ന പിന്നെ റഖലൽ ഇബിലി ഫീ തലബിഹിന്നാട്ട്, ഈ ഒട്ടകങ്ങളെല്ലാം അത് ആഹാരത്തുകായിട്ട് അതിന് മുന്നുള്ള ആഹാരം വയ്ക്കുമ്പോൾ അതിന് തുല്ലിയിട്ട് എതിരെതിരെ പണ്ട് തിന്നുകയായിട്ട്, അതുപോലെ മനുഷ്യന്മാർ തുല്ലിട്ട് വേഗം അർജൻറ്റാക്കി ജുമാഅത്ത് ഓടി പറത്താറ്. പക്ഷേ മനുഷ്യന്മാർ അതിൻ്റെ മഹത്വം കൊന്നില്ലാണ്ടായി പോയിട്ട് അങ്ങ് പിറവായിട്ടുള്ളേ. അപ്പോൾ പിന്നെ ജുമാ ചെല്ലത് അത് സ്വാലിഹ്യങ്ങൾ പണ്ടകലെ സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ വേഗം മനുഷ്യന്മാർ പള്ളിക്ക് വന്നിട്ട് തെച്ചിട്ട് ഈ ഭാഗത്ത് എടുത്തോണ്ടിരുന്ന ഒരു അവസ്ഥ പണ്ടുണ്ടായിട്ട്. പക്ഷേ അത് പിന്നെ മനുഷ്യന്മാർക്ക് ദീൻ്റെ സംബന്ധിച്ചിട്ടുള്ള ശ്രദ്ധ കുറഞ്ഞിട്ട് ദീൻ്റെ സംബന്ധിച്ചിട്ടുള്ള ആ ഉത്സാഹം ഇല്ലാണ്ടായപ്പോൾ ലാസ്റ്റ് എല്ലാ മനുഷ്യന്മാർ ലേറ്റായിട്ട് ഇപ്പോൾ ലാസ്റ്റ് ഖത്തീബ് ഖുതുബത്ത് പറയുമ്പോൾ വന്നിട്ട് മിമ്പർ പറ്റിയാൽ പിന്നെ ആയിട്ട് മനുഷ്യന്മാർ പണ്ട് ഇത് ദീനിലുള്ള അശ്രദ്ധയായിട്ട് യഥാർത്ഥത്തിൽ മനുഷ്യന്മാർ ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് എത്തോ. കാരണം വാസ്തവത്തിൽ ഈമാനുള്ള വ്യക്തി, മുഅ്മിനായ വ്യക്തി, ആഖിറത്തിൽ അള്ളാഹുടെ മുട്ട സവാബ് കിട്ടുകൊണ്ട് ആഗ്രഹിക്കുന്ന വ്യക്തി ഒരിക്കലും ജുമാഅത്തുക്ക് ലേറ്റ് വരവോ സാധ്യമല്ല. എല്ലാ സ്വാലിഹ്യങ്ങളും
പണ്ടെല്ലാം വേഗ വന്നിട്ട് 3 അൽക്കാഫ് ഓതലും എത്രമാ സ്വലാത്ത് ചൊല്ലലും അവസാനം പൊട്ടിക്കരഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ ദ്വാരക്കെടുത്ത് പതിവായിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചെയ്ത് ജീവിക്കുമെന്നൊക്കെ തൗഫീക്ക് തരട്ടെ. ജുമാഅത്ത് എന്നാൽ എത്ര വേഗം പള്ളിക്ക് വേണ്ട മുഅ്മിനീങ്ങളെ കൂട്ടത്തെ അള്ളാഹു നാളെ പെടുത്തുന്ന അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.